ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായിട്ടും കാണണേ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? കുറേ ദിവസമായിട്ട് എല്ലാവരും ഒരുപാട് നടക്കുന്ന വാർത്തകളും പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു മൂഡിലായിരിക്കും. എല്ലാവർക്കും അറിയാം, നമ്മളുടെ കാശ്മീരിലെ വിനോദസഞ്ചാരത്തിന് പോയ ഒരുപാട് ആളുകളെ വെടിവെപ്പിൽ മരണപ്പെട്ട ഒരു വിവരം. ആദ്യം ഞാൻ എല്ലാവർക്കും എന്താ പറയുക, പ്രണാമം അർപ്പിക്കുന്നു. അങ്ങനെ പറയാൻ പോലും മനസ്സ് വരുന്നില്ല. കാരണം വെച്ചാൽ അത്രയും നല്ല സന്തോഷത്തോടെ ആഘോഷിക്കാൻ പോയ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന നല്ല 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 മുഹൂർത്തങ്ങൾ അത് ആസ്വദിച്ച് തീരുന്നതിന് മുന്നേ തന്നെ കുറേ ഭീകരരുടെ ഇവരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക, അവർ പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു സന്തോഷ നിമിഷം, അവരുടെ വെടിയുണ്ടകൾക്കുള്ളിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെ ആഘോഷം, എത്ര സന്തോഷത്തോടെ ആയിരിക്കും അവരൊക്കെ പോയിട്ടുണ്ടാവുക എന്ന് ഓർക്കുമ്പോൾ. ആ ഒരു യാത്രകൾ അവരെന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു നിമിഷം അവരെത്രമാത്രം ആനന്ദപരമായിട്ട് ആഘോഷിക്കുന്ന നിമിഷങ്ങൾക്കായിരിക്കും ഈ ഒരു സമയത്ത് ആ ഒരു വെടി കൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് തുളഞ്ഞ് കയറിയിട്ടുണ്ടാവുക എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം. ആ അവരുടെയൊക്കെ വീട്ടുകാരും അവർക്കൊക്കെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നില്ല അവരെ. ഒരുപാട് സങ്കടം തോന്നി ആ വാർത്തകൾ കണ്ടപ്പോൾ. ന്യൂസുകളിലൊക്കെ മൊത്തം ഇപ്പോൾ അങ്ങനെ ഒരു വാർത്തകളാണ്. നമ്മളുടെ ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ തിരിച്ചടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ എന്താ പറയുക, നമ്മളെ പട്ടാളക്കാരുടെ നമ്മളുടെ സഹോദരങ്ങളുടെ ജീവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മളിലൊരാൾ പോലും നമ്മളെ കാവൽ നിൽക്കുന്ന നമ്മളുടെ ഭടന്മാർ ആർക്കും ഒരു അപകടം വരാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് എല്ലാവർക്കും നിൽക്കണം. ഒരുപാട് വേദനാജനകമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഓർക്കാൻ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഒരു വലിയൊരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ടാവും. ആ ഒരു എന്താ പറയുക, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം. ഒരുപാട് ആഘോഷങ്ങൾ സന്തോഷങ്ങൾക്ക് നിൽക്കിടയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരൊരാൾ നമ്മളുടെ കൺമുന്നിൽ പിടഞ്ഞു തീരുന്നത് കാണേണ്ടി വരുന്ന ഭാര്യയുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലേ. ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ഒരു കപ്പിൾസ് വിവാഹം കഴിഞ്ഞിട്ട് 6 ദിവസം പോലും ആറാമത്തെ ദിവസമാണ് അവർ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ആ ദിവസം ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവളുടെ പ്രിയതമൻ പിടഞ്ഞു വീണ് മരിച്ചിട്ട് ആ ഒരു അയാളുടെ അരികിലിരുന്ന ആ പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. വല്ലാത്തൊരവസ്ഥ അതൊക്കെ. ആർക്കും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, ഇങ്ങനൊരു അവസ്ഥ ഒന്നും ആർക്കും വരാതിരിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അവർ സ്വപ്നങ്ങൾ കണ്ട് എന്താ പറയുക, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും അവർക്ക് ടൈം കിട്ടിയില്ല. ആ ഏറ്റവും നല്ലൊരു മുഹൂർത്തം ആനന്ദകരമാക്കാൻ അത്ര ആഘോഷിക്കാൻ വേണ്ടി പോയവരാണ് അവർ. അതിനകത്ത് ആ പെൺകുട്ടി മാത്രം തിരിച്ചു വരുന്നൊരവസ്ഥ. അതൊക്കെ വളരെ ഭയങ്കര ഒരു വിഷമമുണ്ടാക്കുന്ന ഇതാണ്. എന്താ പറയേണ്ടത് പോലും അറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് മനസ്സും കൈവിടാതെ നിൽക്കാൻ പറ്റട്ടെ. നമ്മളുടെ ഒക്കെ സഹോദരിയായി അവളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ മനസ്സുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും എവിടെ ഇല്ലാതിരിക്കട്ടെ. സമാധാനപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പം നമ്മളെ അതിർത്തിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. എവിടെയും പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങനെ എവിടെയും കേൾക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമം. കൂടുതലൊന്നും പ്രശ്നങ്ങളൊന്നും ഇങ്ങോട്ടും ഇല്ലാതിരിക്കട്ടെ അല്ലേ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ. കുതിരപ്പുറത്ത് ആ ഒരു മനോഹര സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്രയും റിസ്ക്കുള്ള ഈ വഴിയിലൂടെ എല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ സ്ഥലം എത്രമാത്രം ഭംഗിയുള്ളതായിരിക്കും അല്ലേ. നോക്കി എന്ത് രസം നോക്കി. കുതിരപ്പുറത്ത് എന്തൊക്കെ സംസാരിച്ചു കൊണ്ടും എന്തൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ടും എന്തൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കും ഓരോരുത്തരും ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടാവുക. നോക്ക് എന്ത് ഭംഗിയാണ് നോക്കി കാണാൻ. നമ്മൾക്കൊക്കെ പോകാനും കാണാനും ആഗ്രഹം തോന്നുന്ന സ്ഥലം കാണുമ്പോൾ പോകാൻ തോന്നുന്നില്ല. എന്തൊരു ഭംഗി നോക്കി കുതിരപ്പുറത്തൊക്കെ. അപ്പോൾ ഈ ഒരു ഇത്രയും മനോഹരമായ ഈ സ്ഥലത്ത് അവരെത്രമാത്രം എൻജോയ് ചെയ്തിട്ടായിരിക്കും കൂടിയിട്ടുണ്ടാവുക. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ദുരന്തം അവരുടെ ഓരോരുത്തരുടെയും ജീവനെടുത്തപ്പോൾ കൂടെ ഉള്ളവരുടെ അവസ്ഥ കണ്ടു നിന്ന അവരുടെ മക്കളുടെയും ഭാര്യയുടെ ഒക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്ത് ഭംഗിയാണ് നോക്കി കാണാൻ. ഞാൻ ഇതുപോലെ ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോകുന്നതിന് ആർക്കെങ്കിലും ഒരു ധൈര്യം ഉണ്ടാവും ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആരുടെയും മനസ്സലിയിക്കുന്ന ഒരു കാഴ്ചയല്ലേ ഇത്. ജീവിതം തുടങ്ങി
6 ദിവസം മാത്രം എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും അവർ പങ്കുവെച്ചിട്ടുണ്ടാവുക. എത്രയൊക്കെ ആഗ്രഹത്തോടായിരിക്കും അവർ ഈ ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ടുണ്ടാവുക. കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നില്ലേ? കഷ്ടം തന്നെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നോക്കി കണ്ടുമുട്ടാം. നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരും. എല്ലാവരും നമ്മളുടെ രാജ്യത്ത് കാവൽ നിൽക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെയൊക്കെ അതിർത്തി നമുക്ക് കാവൽ നിൽക്കുന്ന നമ്മളുടെ പട്ടാളക്കാരുടെ വീട്ടുകാരിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ ഇവരൊക്കെ ഒരുപാട് ടെൻഷനോടെ ആയിരിക്കും. അവരുടെയൊക്കെ കൂടെ നമുക്കും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം ഈ ഒരു അവസ്ഥയിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ഓക്കെ.